നമസ്കാരം. മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കടമ്പഴിപ്പുറം ടൗണിനുള്ളൊരു വീടാണ് കേട്ടോ. ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്ററോ 50 മീറ്ററോ വ്യത്യാസമേ ഉള്ളൂ. പ്രോപ്പർ ടൗണിൽ തന്നെയാണ് വീട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. പള്ളി, സ്കൂൾ, അമ്പലം, കോളേജ് എന്ന് പറയുന്ന എല്ലാ സൗകര്യങ്ങളും ജസ്റ്റ് നടക്കുക എന്നുള്ളതാണ്. കടമ്പഴിപ്പുറത്തൊക്കെ അത്യാവശ്യം നല്ല ലാൻഡ് വാല്യൂവും നല്ല ഡെവലപ്പുള്ളൊരു ഏരിയയാണ്. ഇനി നമുക്ക് നമ്മുടെ വീട് കാണാം. ഈ കാണുന്ന ഹൈവേയിൽ നിന്നും നമുക്ക് ഈ കാണുന്ന ദൂരം മാത്രമേ നമ്മുടെ വീട്ടിലേക്കുള്ളൂ. ഏകദേശം ഒരു 20 മീറ്ററോ അങ്ങനെയൊക്കെയാണ് ഉള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. നല്ല അതിമനോഹരമായിട്ട് ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്തിട്ടൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പറയാം, പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ വരുന്ന കടമ്പഴിപ്പുറം ടൗണിൽ വരുന്നൊരു വീടാണ് കേട്ടോ. ടൗണിലേക്ക് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ 100 മീറ്ററോ 50 മീറ്ററോ ഒക്കെയാണ് ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും, പള്ളി, കോളേജ്, സ്കൂൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഈ പള്ളിയുടെ തൊട്ടപ്പുറത്തൊക്കെ ഫ്ലാറ്റും കാര്യങ്ങളും പള്ളിയും കാര്യങ്ങളൊക്കെയാണ്. പ്രോപ്പർ ടൗണിലാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വില പറയാം കേട്ടോ. കാരണം ടൗണിലായതുകൊണ്ട് അത്യാവശ്യം ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് അറിയാവുന്നവർക്ക് അറിയാം. അത്യാവശ്യം കടമ്പഴിപ്പുറം ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. സെൻറ്റിന് 8 to 10 ലക്ഷം രൂപ വരെ ഇവിടെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ 12 സെൻറ്റ് സ്ഥലവും ഈ വീടും ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്ത് ഫുള്ള് വർക്കും അവർ ഉപയോഗിക്കാൻ വേണ്ടി അത്രയും ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,50,00,000 രൂപയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ അവസാനം റേറ്റ് പറയാതെ ആദ്യം തന്നെ റേറ്റ് പറഞ്ഞാണ്. അപ്പോൾ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല VIP ഏരിയയാണ്. ഫുള്ളി VIP ഉള്ള ആളുകളാണ്. ഇത് ഏകദേശം ഹൈവേൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് വരുന്നത്. അതായത് ഈ കാണുന്ന വീടിൻ്റെ അപ്പുറത്ത് നമുക്ക് റോഡാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ പള്ളി, കാര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും, ടൗൺ എല്ലാം വരുന്നുണ്ട്. വീടിൻ്റെ ഉൾവശവും കാര്യങ്ങളും നമുക്ക് കാണാം. നിലവിൽ നമ്മൾ മുകളിലേക്ക് സ്റ്റെയർ കേസ് എടുത്തിട്ടുണ്ട്. മുകളിലും വേണമെങ്കിൽ നമുക്ക് റൂം എടുക്കാം. ഈ പറഞ്ഞ പോലെ ചുറ്റുപാടും ഫുള്ളും ഇൻ്റർലോക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്രണ്ടേജും ഉണ്ട് കേട്ടോ. നമുക്ക് 1, 2, 3 കാർ വേണമെങ്കിൽ നിർത്താനുള്ള അത്യാവശ്യം ഫ്രണ്ടേജും നമുക്കുണ്ട്. വീട്ടിൽ കയറി പോണ സിറ്റ് ഔട്ട് ഭാഗങ്ങളാണ്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈവൻ വാതിലോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒരു പരിപാടിയും നമുക്ക് മേടിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യമില്ല. അത്രയും നീറ്റായിട്ടാണ് ഇപ്പോൾ ഈ വീടിന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ നമ്മൾ ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. ഇപ്പോൾ ടൗണിൽ തന്നെ ആണെങ്കിൽ കൂടി നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടൗണിലല്ലേ എന്നൊരു ഫീല് തോന്നും. പക്ഷേ പ്രോപ്പർ ടൗണിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ വാതിലുകളുടെ പണി ആയിക്കോട്ടെ, ഉള്ളിലുള്ള എല്ലാ ഇതിൻ്റെയും അത്യാവശ്യം ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ കയറി പോകുന്നതും നമുക്കൊരു ഹാളാണ് വരുന്നത്. അത്യാവശ്യം വിശാലമായിട്ടൊരു ഹാളാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇവിടെ എല്ലാ മതവിഭാഗക്കാരും ഉള്ളൊരു മിക്സറാണ്. ഇപ്പോൾ ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവിധ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. നമുക്ക് കയറി പോകുന്ന പോലെ ഇതുപോലെ ആണ് നമ്മുടെ ഹാള് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഹാളാണ് കേട്ടോ. നല്ലൊരു ലിവിങ് റൂമാണ് നമുക്ക് ഫ്രണ്ടേജിലുള്ളത്. ലിവിങ് റൂമിനോട് ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട്. ഡൈനിങ് ഹാളിനോട് കണക്റ്റായിട്ടാണ് നമുക്ക് 2 റൂം വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് നമുക്കൊരു സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകുന്നത്. നിലത്തെ വർക്കും ടൈൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വെൽ മെയിൻറ്റെയിൻഡ് ഹൗസാണ് കേട്ടോ. ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ബെഡ്റൂം ആയിക്കോട്ടെ അത്യാവശ്യം ഇൻറ്റീരിയലും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം ഈ പറഞ്ഞ വലുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ്, അറ്റാച്ച്ഡ് ബാത്റൂം, കാര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൊടീശ്വരനായ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക. കാരണം പ്രോപ്പർ ടൗണിലായതുകൊണ്ടാണ് ഈ വില വരുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു വീട് ടൗണിൽ വീട് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയർ. നമ്മൾ മുകൾ ഭാഗം ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മെയിൻറ്റെയിനും കാര്യങ്ങളുണ്ട്. ഇതാണ് സെക്കൻഡ് റൂം വരുന്നത് കേട്ടോ. ഇത് മറ്റേ റൂമിനെക്കാട്ടി കുറച്ചൊരു വലിപ്പക്കുറവ് ഫീൽ ചെയ്തു. ഇത് ഉള്ളിൽ നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റാണ്. അപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട്, യൂറോപ്യനും ഉണ്ട്. 2 ക്ലോസറ്റും ഉണ്ട്. ഇവിടെ നേരെ നമുക്കിനി കിച്ചണിലേക്ക് പോകാം. നമുക്ക് 1000 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ അത് വരുന്നത്. മൊത്തത്തിൽ 950 to 1000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീട് വരുന്നത്. ഇതാണ് കിച്ചൺ. അത്യാവശ്യം ഇന്ത്യയിലും റാക്കും വർക്കുകളും കാര്യങ്ങളൊക്കെ ഫിനിഷാണ്. കിച്ചണോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. ഈ കിച്ചൺ കഴിഞ്ഞതും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്.
വർക്ക് ഏരിയ ഈ പറഞ്ഞ പോലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സേഫ്റ്റി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആലുവ അടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ ഹൈ ബഡ്ജറ്റും ലോ ബഡ്ജറ്റുള്ള എല്ലാവിധ വീഡിയോകളും വരുന്നതാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഹൈ ലെവലും ലോ ലെവലുള്ള എല്ലാ ബഡ്ജറ്റുള്ള വീഡിയോകളും വരും. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.